ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं ദത്താത്രേയം അഹം ഭജേത്. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. ശ്രീപാദൻ്റെ മുഖഭാവം ദിവ്യമായ ശോഭയോടു കൂടിയതും ഭയങ്കരവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ രണ്ട് തീഗോളങ്ങൾ പോലെ കാണപ്പെട്ടു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, സുബ്ബയ്യ ശ്രേഷ്ഠി, ഇന്ന് രാത്രി ഒരു പോത്ത് നിങ്ങളുടെ വീടിൻ്റെ തെക്കേ പടിവാതിൽക്കൽ വരും. ഇത് നിങ്ങളുടെ മരണസമയം വളരെ അടുത്തിരിക്കുന്നു എന്ന് യമധർമ്മരാജൻ അയച്ചു തന്ന ഒരു സന്ദേശമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുകയാണ്. നിങ്ങൾ സ്വന്തം കൈകൊണ്ട് പാചകം ചെയ്ത ചോറും പരിപ്പും വെള്ളരിയും ആ പോത്തിന് തിന്നാൻ കൊടുക്കുക. ആ പോത്തിന് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് ഭക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് പകരമായി ആ പോത്ത് ചാകും. ആ നിമിഷം മുതൽ നിങ്ങൾ ഭയങ്കരമായി പാപ്പരായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒന്നിനു പിന്നാലെ ഒന്നായി നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ കുട്ടയെടുത്ത് എൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കൂ. ചോറ് പോലും കിട്ടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഈ ചെമ്പ് പാത്രം നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങളോട് ദയ കാണിക്കുകയാണ്, ശ്രീപാദൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു. കോപിഷ്ഠനായ ശ്രീപാദനെ കണ്ട് ശ്രീ വെങ്കടപ്പയ്യ ശ്രേഷ്ഠി ഭയപ്പെട്ടു. ശ്രീപാദൻ ചോദിച്ചു, മുത്തച്ഛൻ ഭയപ്പെട്ടുവോ? പ്രായം ചെന്നവരെ മുത്തച്ഛൻ എന്ന് വിളിക്കുന്നത് ആന്ധ്രാപ്രദേശത്ത് പതിവാണ്. യഥാർത്ഥത്തിൽ ഞാൻ നരസിംഹമൂർത്തിയാണ്. അതിനെപ്പറ്റി സംശയം വേണ്ട. എൻ്റെ പ്രകൃതം ശ്രീപാദൻ്റെയും ശ്രീവല്ലഭൻ്റെയും പ്രകൃതമാണ്. ഞാൻ വൈശ്യജാതിയെ ശപിക്കുമെന്നാണ് അങ്ങ് ചിന്തിക്കുന്നത്. വാസവി മാതാവ് അവിടത്തെ ജാതിയായ വൈശ്യരുടെ സൗന്ദര്യം കുറയട്ടെ എന്ന് ശപിച്ചതുപോലെ എല്ലാ വൈശ്യരും ദരിദ്രരായി തീരട്ടെ എന്ന് ഞാൻ ശപിച്ചേക്കുമോ എന്ന് അങ്ങ് അസ്വസ്ഥനാണ്. ഭയപ്പെടേണ്ട, ദൈവത്തിന് ജാതിവർഗ വ്യത്യാസങ്ങളില്ല. അതുപോലെ ഒരു ഭക്തന് ജാതിവർഗ വ്യത്യാസങ്ങൾ ഇല്ല. ആര്യവൈശ്യന്മാരുമായുള്ള എൻ്റെ ബന്ധം വളരെ പണ്ട് ഉള്ളതാണ്. ബാപ്പൻ ആര്യൻ പുരാതനനായ ലാബദ മഹർഷിയല്ലേ? ഞാൻ അങ്ങേക്കൊരു വരം തരികയാണ്. വൈശ്യരിൽ ലാബദ മഹർഷിയുടെ വംശപരമ്പര ഇല്ലാതാകുമ്പോഴും ബാപ്പനാര്യയുടെ കുടുംബം കലിയുഗത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുമെന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാനൊരു വ്യത്യസ്ത തരം കുട്ട തരികയാണ്. കുട്ട നിറയെ ദത്തൻ്റെ മധുര പലഹാരങ്ങളാണ്. ഇത് ധാരാളമായി കൊടുത്താലും കുട്ടയിൽ ഉള്ളതിൽ കുറവൊന്നും സംഭവിക്കില്ല. ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുകയില്ല. നരസിംഹത്തിൻ്റെ 32 ഗുണങ്ങൾ എന്നിൽ ഉള്ളതുകൊണ്ട് ഞാൻ 33ാമത്തെ അവതാരമാണ്. അതുകൊണ്ട് നിങ്ങളുടെ 33ാമത്തെ തലമുറയിൽ, ബാപ്പൻ ആര്യയുടെ 33ാമത്തെ തലമുറയിൽ, വത്സവായി നരസിംഹവർമ്മയുടെ 33ാമത്തെ തലമുറയിൽ, ബാപ്പൻ ആര്യയുടെ ഗൃഹത്തിൽ കൃത്യമായി ഞാൻ ജനിച്ച സ്ഥലത്ത് എൻ്റെ പാദുകങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടും. വത്സവായി മല്ലാതി വെങ്കടപ്പയ്യ ശ്രേഷ്ഠി കുടുംബങ്ങളോടുള്ള എൻ്റെ വാഗ്ദാനമാണ് ഇത്. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ദിവ്യവും മഹത്വമായ രൂപത്തെ പരമ്പരാഗതമായ 9 ഇരട്ടി ഭക്തിയോടെ ആരാധിക്കുന്നുവെങ്കിൽ ദത്തൻ്റെ 4 നായ്ക്കൾ അദൃശ്യരായി അവർക്ക് കാവൽ നിൽക്കും. വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും മറ്റും അദൃശ്യമായി അവരെ സംരക്ഷിക്കും. വെങ്കടപ്പയ്യ ശ്രേഷ്ഠി ശ്രീപാദനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്തു. കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകി. ബാപ്പൻ ആര്യ സ്തബ്ധനായി. അതൊരു സ്വപ്നമാണോ അതോ ദിവ്യമായ മായയോ എന്ന് മാതാവ് സുമതി സംശയിച്ചു. അപ്പലരാജ ശർമ്മയുടെ മനസ്സ് മൂകമായി. ശ്രീപാദൻ്റെ സഹോദരന്മാർ വിസ്മയത്തോടെ ശ്രീപാദനെ ശ്രദ്ധിച്ചു. അത് തങ്ങളുടെ സഹോദരൻ തന്നെയാണോ അഥവാ ദത്തഭഗവാനാണോ? അവിടെ നടന്ന അസാധാരണ സംഭവം അവരെ അത്ഭുതപ്പെടുത്തി. എൻ്റെ വിഡ്ഢിത്തത്തിനും മറ്റുള്ളവരെ അവഹേളിക്കുന്ന സ്വഭാവത്തിനും അതിരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശ്രീപാദ, മുമ്പോട്ട് പായിക്കുന്ന ശക്തികൾ മനുഷ്യരൂപം സ്വീകരിച്ചപ്പോൾ അവ ഭാര്യമാരായി തീർന്നു. സ്ത്രീകളോടുള്ള ആസക്തിയില്ലെങ്കിൽ അത് മറ്റെന്തായിരുന്നു? അവതാരങ്ങളുടെ കാര്യത്തിൽ അത് ദിവ്യലീലയായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കാര്യത്തിലാകുമ്പോൾ സ്ത്രീ ലമ്പടത്വവും. എന്തൊരു പക്ഷപാതം! ശ്രീപാദൻ ഇപ്രകാരം പറഞ്ഞു, ശ്രീകൃഷ്ണന്
8 ഭാര്യമാരും പിന്നെ 16,000 ഗോപികമാരും ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഒരു നിത്യബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സ്ത്രീകളുടെ പുറകെ പോകുന്ന ഒരുവനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റേത് ഒരിക്കലും ഒരു ശാരീരിക ബന്ധമായിരുന്നില്ല. ആത്മാവുമായി ബന്ധപ്പെട്ട ഭാര്യമാരായിരുന്നു അവരെല്ലാം. സംരക്ഷണം നേടിയ ആത്മാക്കൾ ഭാര്യമാരായിരുന്നു. സംരക്ഷണം നൽകിയ ആത്മാവ് ഭർത്താവായിരുന്നു. അതിലധികമായി എന്താണുള്ളത്? ദേവേന്ദ്രൻ മനുഷ്യരൂപം എടുക്കുവാൻ ശപിക്കപ്പെട്ടപ്പോൾ ശചീദേവി ദ്രൗപദിയായി ജനിച്ചു. ദേവേന്ദ്രൻ 5 രൂപമെടുത്ത് പഞ്ചപാണ്ഡവന്മാരായി ജനിച്ചു. 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നെങ്കിലും ദ്രൗപദി അർജുനനുമായി മാത്രമേ ദാമ്പത്യസുഖം അനുഭവിച്ചിരുന്നുള്ളൂ. ധർമ്മം വേറെ, ധർമ്മത്തിൻ്റെ സൂക്ഷ്മത പൂർണ്ണമായും വേറെ. കുന്തി മാതാവിന് പറഞ്ഞ വാക്കിൽ നിന്ന് പിൻവാങ്ങുവാൻ കഴിയുമായിരുന്നില്ല. ദ്രൗപദി അർജുനനെ മാത്രമാണ് വരിച്ചത്. മത്സരത്തിൽ അർജുനൻ മാത്രമാണ് മത്സ്യത്തിൻ്റെ കണ്ണിലേക്ക് അമ്പെയ്തത്. സദാചാരപരമായ ജീവിതത്തിന് 5 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ആകൃതി ലക്ഷ്മിയുടേതുപോലെ ആയിരിക്കണം. ദ്രൗപദിക്ക് കവിഞ്ഞൊഴുകുന്ന കൃപയുണ്ടായിരുന്നു. ഭൂമി മാതാവിൻ്റേതുപോലുള്ള ക്ഷമ വേണം. ഭാവിയിൽ സംഭവിക്കാനുള്ളതെല്ലാം സഹദേവൻ അറിഞ്ഞിരുന്നു. പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധമുണ്ടാകും. എന്നാൽ ആ മഹാസംഭവത്തിനു മുമ്പ് പലതും നടക്കേണ്ടതുണ്ടായിരുന്നു. അവയിൽ ദുഃഖകരമായ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് സഹദേവനുമായി ഇടപെടുമ്പോൾ ദ്രൗപദി വളരെയധികം ക്ഷമയോടുകൂടിയാണ് പെരുമാറിയിരുന്നത്. ഭീമൻ ഭോജനപ്രിയനായിരുന്നു. അദ്ദേഹം വലിയൊരു അളവ് ഭക്ഷണം കഴിച്ചിരുന്നു. ഭീമൻ മടിയനായിരുന്നു. സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഭീമനുമായുള്ള പെരുമാറ്റത്തിൽ ഒരു ദാസിയെ പോലെയാണ് ദ്രൗപദി പെരുമാറിയത്. ധർമ്മരാജൻ പാണ്ഡവരിൽ മൂത്തയാളായിരുന്നു. പല രാഷ്ട്രീയ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ശല്യപ്പെടുത്തിയിരുന്നു. ദ്രൗപദി അദ്ദേഹത്തോട് ഒരു മന്ത്രിയെപ്പോലെ പെരുമാറുകയും ഉചിതമായ ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു. നകുലൻ ഏറ്റവും വേഗതയുള്ള സമർത്ഥനായ വാൾപ്പയറ്റുകാരനായിരുന്നു. മഴ പെയ്യുമ്പോൾ 2 വെള്ളത്തുള്ളികൾക്കിടയിലൂടെ അദ്ദേഹം വാൾ വീശിയാൽ വാൾ നനഞ്ഞിരുന്നില്ല. ആയോധന കലയിൽ കഠിന പരിശീലനം കൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം വിശന്നിരുന്നു. ദ്രൗപദി രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു. കൊടുക്കുന്ന ഭക്ഷണം തൃപ്തികരവും യുദ്ധപരിശീലനത്തിന് ഉതകുന്നതും ആയിരുന്നു. ആവശ്യപ്പെടാതെ തന്നെ തൻ്റെ കുട്ടിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒരു അമ്മ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കുന്നത് പോലെയായിരുന്നു നകുലന് ഭക്ഷണം കൊടുത്തിരുന്നത്. ദ്രൗപദി ദാമ്പത്യസുഖം നൽകി അർജുനനെ സംതൃപ്തനാക്കിയിരുന്നു. 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നെങ്കിലും ധർമ്മഭ്രംശം കൂടാതെ കിടക്കയിൽ സന്തോഷം നൽകിയിരുന്നത് അർജുനന് മാത്രമായിരുന്നു. സുബ്ബയ്യ ശ്രേഷ്ഠി, നിങ്ങളുടെ വെപ്പാട്ടി ചിന്താമണി നിങ്ങൾക്ക് മാത്രമല്ല ശയ്യാസുഖം നൽകിയിരുന്നത്. ബില്ലുമംഗലവും മറ്റു പലരും അവളുടെ ശരീരസുഖം അനുഭവിച്ചു. നിങ്ങൾ ഗുണ്ടൂർ പ്രദേശത്തെ മംഗളഗിരിയിൽ പാനകാല നരസിംഹസ്വാമിയെ ദർശിക്കാൻ എത്തുമ്പോൾ കാലകർമ്മ കാരണവശാൽ അവിടെ ചിന്താമണിയെയും ബില്ലുമംഗലത്തെയും കണ്ടുമുട്ടും. നിങ്ങൾ അവരെ പീഠികാപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞുതരാം. ശ്രീപാദൻ്റെ മഹത്വം. എനിക്ക് വളരെയധികം വിവരമില്ലായ്മ ഉണ്ടായിരുന്നു. ഞാൻ വാസ്തവത്തിൽ ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് ശ്രീപാദൻ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പരിഹാസസ്വരത്തിൽ ചോദിച്ചു, ശ്രീപാദ, അങ്ങ് ശ്രീകൃഷ്ണനാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അവതാരത്തിലും അങ്ങേക്ക് 8 ഭാര്യമാരും 16,000 ഗോപികമാരുമുണ്ടോ? ശ്രീപാദൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, എൻ്റെ 8 വിധത്തിലുള്ള പ്രകൃതി 8 ഭാര്യമാരുടെ പ്രാതിനിധ്യം വഹിക്കുന്നു. ഷോഡശകലാ പരിപൂർണ അവതാരമാണ് എൻ്റേത്. ഈ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ശ്രീപാദ ശ്രീവല്ലഭ അവതാരം എന്ന് വിളിക്കപ്പെടുന്ന ദിവ്യവും അതിശ്രേഷ്ഠവുമായ ഈ ആത്മാവിൽ നിന്നും ഓരോ നിമിഷത്തിനും ശക്തമായ സ്പന്ദനങ്ങൾ 10 ദിശകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ഓരോ നിമിഷത്തിലും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പ്രകൃതികളിൽ നിന്നുള്ള ഓരോ കലയ്ക്കും 10 × 10 × 10 1000 സ്പന്ദനങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു. ഇപ്രകാരം 16 കലകളിൽ നിന്നും 16,000 സ്പന്ദനങ്ങൾ പ്രസരിക്കുന്നു. ഇവയാണ് എൻ്റെ 16,000 ഗോപികമാർ. മുജ്ജന്മത്തിൽ ഇവയെല്ലാം മനുഷ്യരൂപമെടുത്തു. ഈ ജന്മത്തിൽ അവ നിരാകാരങ്ങളാണ്, എന്നാൽ ചലനാത്മകവും സ്പന്ദനശീലം ഉള്ളവയുമാണ്. എൻ്റെ വിവിധ ദേവതാസ്വരൂപങ്ങളെ ആരാധിക്കുന്നതും തെറ്റല്ല. അത് എന്നെ ആരാധിക്കുന്നതിന് തുല്യമാണ്. എൻ്റെ ശിവരൂപമോ വിഷ്ണുരൂപമോ ബ്രഹ്മരൂപമോ ആരാധിക്കാം. അതുപോലെ എൻ്റെ ഉള്ളിലുള്ള നാനാപ്രകാരമായ ദിവ്യരൂപങ്ങളെയും ആരാധിക്കാം. ജീവൻ്റെ പരിണാമത്തിൽ പല തരത്തിലുള്ള ആധ്യാത്മിക ആചാരങ്ങളും ആത്മീയ അന്വേഷകരുടെ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളും
കാലത്തിൻ്റെയും കർമ്മത്തിൻ്റെയും പ്രേരണയും സ്വാധീനിക്കുന്നു. ശ്രീപാദൻ ഇപ്രകാരം വിശദീകരിച്ചു. നരസിംഹവർമ്മയ്ക്ക് നൃസിംഹത്തിൻ്റെ 32 രൂപങ്ങളുടെ ഒരു ദർശനമുണ്ടായി. അവ ഇവയാണ്: 1. കുന്തപാദ നരസിംഹമൂർത്തി, 2. കോപ നരസിംഹമൂർത്തി, 3. ദിവ്യ നരസിംഹമൂർത്തി, 4. ബ്രഹ്മാണ്ഡ നരസിംഹമൂർത്തി, 5. സമുദ്ര നരസിംഹമൂർത്തി, 6. വിശ്വരൂപ നരസിംഹമൂർത്തി, 7. വീര നരസിംഹമൂർത്തി, 8. ക്രൂര നരസിംഹമൂർത്തി, 9. ബീഭത്സ നരസിംഹമൂർത്തി, 10. രൗദ്ര നരസിംഹമൂർത്തി, 11. ധൂമ്ര നരസിംഹമൂർത്തി, 12. വന്നി നരസിംഹമൂർത്തി, 13. വ്യാഘ്ര നരസിംഹമൂർത്തി, 14. ബിഡാല നരസിംഹമൂർത്തി, 15. ഭീമ നരസിംഹമൂർത്തി, 16. പാതാള നരസിംഹമൂർത്തി, 17. ആകാശ നരസിംഹമൂർത്തി, 18. വക്ര നരസിംഹമൂർത്തി, 19. ചക്ര നരസിംഹമൂർത്തി, 20. സംഘ നരസിംഹമൂർത്തി, 21. സത്വ നരസിംഹമൂർത്തി, 22. അത്ഭുത നരസിംഹമൂർത്തി, 23. വേഗ നരസിംഹമൂർത്തി, 24. വിതാരണ നരസിംഹമൂർത്തി, 25. യോഗാനന്ദ നരസിംഹമൂർത്തി, 26. ലക്ഷ്മി നരസിംഹമൂർത്തി, 27. ഭദ്രാ നരസിംഹമൂർത്തി, 28. രാജ നരസിംഹമൂർത്തി, 29. വല്ലഭ നരസിംഹമൂർത്തി. പിന്നീട് അദ്ദേഹം ശ്രീപാദ ശ്രീവല്ലഭനെ 30ാമത്തെ നരസിംഹമൂർത്തിയായും നൃസിംഹ സരസ്വതിയുടെ അവതാരത്തെ 31ാമത് നരസിംഹമൂർത്തിയായും ശ്രീ പ്രജ്ഞാപുരത്ത് ജീവിക്കുന്ന സ്വാമി സമർത്ഥനെ 32ാമത്തെ നരസിംഹമൂർത്തിയായും കണ്ടു. ശ്രീനിവാസൻ്റെ കഥ. എൻ്റെ പ്രിയപ്പെട്ടവനെ, നാളെ വളരെ പരമപവിത്രമായ ഒരു ദിവസമാണ്. ഇത് കന്നിമാസമാണ്. ശ്രാവണ തിരുവോണം നക്ഷത്രവും തിങ്കളാഴ്ചയും ചേർന്ന സിദ്ധയോഗ ദ്വാദശിയിൽ ആരാധ്യമായ ഒരു രൂപത്തോടെ വെങ്കടേശ്വരൻ ആവിർഭവിച്ചു. വിളംബി വർഷത്തിൽ വൈശാഖ ശുദ്ധ സപ്തമി ദിവസം അദ്ദേഹത്തിന് കുബേരനിൽ നിന്ന് ധനസഹായം ലഭിക്കുകയും അദ്ദേഹം ഒരു വായ്പാരേഖ എഴുതി കൊടുക്കുകയും ചെയ്തു. ശ്രീ പത്മാവതി ദേവി മൃഗശിര മകൈരം നക്ഷത്രത്തിലും ശ്രീനിവാസൻ ശ്രവണ നക്ഷത്രത്തിലും ജനിച്ചു. ശ്രീനിവാസൻ്റെ വിവാഹം വൈശാഖ മാസത്തിൽ ശുദ്ധ ദശമി തിഥിയിൽ ഉത്തര ഫൽഗുനി ഉത്രം നക്ഷത്രത്തിൽ നടന്നു. ഭഗവാൻ ശ്രീനിവാസനും ഭരദ്വാജ ഗോത്രത്തിലാണ് അവതരിച്ചത്. പാണ്ഡവ വംശത്തിൽ സുധന്വൻ്റെയും ഒരു സർപ്പകന്യകയുടെയും പുത്രനായി ആകാശ മഹാരാജ് ജനിച്ചു. തൊണ്ടമാൻ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു. വസുധാനു ആകാശരാജിൻ്റെ പുത്രനായിരുന്നു. അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ശ്രീനിവാസ പ്രഭു തൻ്റെ രാജ്യം വസുധാനുവിനും തൊണ്ടമാനും തുല്യമായി വീതിച്ചു. സുബ്ബയ്യ ശ്രേഷ്ഠി ശങ്കരഭട്ടനോട് പറഞ്ഞു, ഇന്നിനി അങ്ങ് വിശ്രമിക്കൂ. നമുക്ക് രണ്ടുപേർക്കും രാത്രി മുഴുവൻ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ദിവ്യനാമ സങ്കീർത്തനം ചെയ്യാം. ജ്യോതിശാസ്ത്രപ്രകാരം നാളെ പരമപവിത്രമായൊരു ദിവസമാണ്. ശ്രീപാദൻ്റെ ഏറ്റവും വിസ്മയകരമായ ലീലകളെ നാളെ ഞാൻ വിവരിച്ചു പറയാം. എങ്ങനെയാണ് ചിന്താമണിയും ബില്ലുമംഗലവും പീഠികാപുരത്തേക്ക് കൊണ്ടുവരപ്പെട്ടതെന്നും എങ്ങനെയാണ് ശ്രീഗുരു അവരോട് കരുണ കാട്ടിയതെന്നും എങ്ങനെയാണ് ശ്രീ നരസിംഹവർമ്മയുടെ ഭൂമിയിൽ ശ്രീപാദൻ്റെ അസാധാരണമായ ലീലകളുടെ അടയാളമായി ഒരു ഗ്രാമം നിർമ്മിക്കപ്പെട്ടതെന്നും എങ്ങനെയാണ് ആ ഗ്രാമം ചിത്രാഢ എന്ന പേരിൽ പ്രസിദ്ധമായതെന്നും പറയാം. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിചിത്രവും സവിശേഷവുമായ കാര്യങ്ങളെക്കുറിച്ചും ശ്രീപാദൻ അവസാനമായി കൽക്കിയായി അവതരിക്കുന്നതിന് മുമ്പുള്ള ലീലകളെക്കുറിച്ചും സവിസ്തരം പറയാം. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം എന്നെ അടുത്തുള്ള ഒരു കുടിലിലേക്ക് കൊണ്ടുപോയി. അവിടെ പനയോല കൊണ്ട് നെയ്ത 2 പായ്കൾ ഉണ്ടായിരുന്നു. ഉയർന്ന ഇനം 4 നായ്ക്കൾ കുടിലിന് കാവൽ നിന്നിരുന്നു. ശ്രീപാദനെ സ്മരിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങൾ. ശ്രീപാദൻ്റെ ദിവ്യലീലകൾ മറ്റാർക്കും നിറവേറ്റുവാൻ കഴിയുന്നവയല്ല. അവ സന്തോഷകരവും ഹൃദ്യവുമാണ്. അദ്ദേഹത്തെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം വളരെ ജന്മങ്ങളിൽ നിന്ന് കുന്നുകൂട്ടിയ പാപങ്ങളുടെ കൂമ്പാരങ്ങൾ കത്തിച്ചാമ്പലാക്കപ്പെടും. അധ്യായം 10 സംഗ്രഹമാണ്. ഇതിൽ തിരുമലദാസുവിൻ്റെ അനുവാദം വാങ്ങി ശങ്കരഭട്ട് ഗുരുവായൂരത്തേക്കുള്ള യാത്ര തുടരുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ വഴിക്ക് ഒരു പവിത്രമായ അത്തിവൃക്ഷം കണ്ടു. മധ്യാഹ്ന സമയമായതുകൊണ്ട് യാത്രാക്ഷീണം തീർക്കാനായിട്ട് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാമെന്ന് കരുതി. അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെ വേറൊരാൾ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അയാളൊരു പൂണൂലൊക്കെ ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കുട്ടയുണ്ടായിരുന്നു. ആ കുട്ടയിൽ ഒരു ചെമ്പ് പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
വേറെ ആഹാര സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ ശ്രീവല്ലഭനാമം ചൊല്ലിക്കൊണ്ടിരുന്നത് കൊണ്ട് ശങ്കരഭട്ട് ചോദിച്ചു, അങ്ങ് ശ്രീപാദൻ്റെ ഭക്തനാണോ, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താനൊരു വൈശ്യ കുടുംബത്തിലാണ് ജനിച്ചത്. തൻ്റെ പേര് സുബ്ബയ്യ ശ്രേഷ്ഠി എന്നാണ്. ബാല്യത്തിൽ തന്നെ മാതാപിതാക്കളെയൊക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് പണം കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി ക്രയവിക്രയം നടത്തിയിരുന്നു. കൂടെ കാഞ്ചീപുരത്ത് പോകുമായിരുന്നു. അവിടെ ചിന്താമണി എന്നൊരു വേശ്യയുമായിട്ട് അടുപ്പത്തിലായി. കേരളത്തിലെ പാലക്കാട് നിന്നുള്ള വില്ലുമംഗലം എന്നൊരു ബ്രാഹ്മണനും കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ വരാറുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് അറബികൾക്ക് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ വിറ്റ് വജ്രക്കല്ലുകളും കുതിരകളെയൊക്കെ പകരമായിട്ട് വാങ്ങി, എന്നിട്ട് അതിനെ രാജാക്കന്മാർക്കൊക്കെ കച്ചവടം ചെയ്ത് ഉയർന്ന ഇനം കുതിരകളെയൊക്കെ കച്ചവടം ചെയ്താണ് അവർ അവരുടെ വ്യവസായം നടത്തിയിരുന്നത്. അപ്പോൾ ഈ വേശ്യയുമായിട്ടുള്ള ബന്ധം മൂലം അവരുടെ സദ്വൃത്തിയിൽ വീഴ്ച പറ്റുകയും ഈ അറബികളുമായിട്ടുള്ള ആ വ്യവസായമൊക്കെ ആകെ നഷ്ടത്തിലാവുകയും അവരുടെ വ്യാപാരമൊക്കെ നഷ്ടത്തിൽ വരികയും ചെയ്തു. അത് കാരണം, ആ മനോവേദന കാരണം ഈ സുബ്ബയ്യ ശ്രേഷ്ഠിയുടെ ഭാര്യ മരിച്ചു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മനസ്ഥിരതയില്ലാത്ത ഒരു മകൻ ഉണ്ടായിരുന്നത്, അയാളും മരിച്ചു. പീഠികാപുരം എന്ന സ്ഥലത്താണ് താൻ ജനിച്ചത്. തൻ്റെ അറിവില്ലായ്മ കൊണ്ട് ദൈവങ്ങളെയും ബ്രാഹ്മണരെയൊക്കെ അധിക്ഷേപിക്കാറുണ്ട്. പണം കടം കൊടുക്കാറുണ്ടായിരുന്നു. അതൊക്കെ തിരികെ കിട്ടാനായിട്ട് ക്രൂരമായ മാർഗങ്ങളൊക്കെ അവലംബിക്കാറുണ്ട്. ഒരിക്കൽ അപ്പലരാജ ശർമ്മയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ വലിയൊരു സംഘം ബന്ധുക്കൾ വരികയാണ്. അപ്പോൾ അവരെല്ലാം പാർപ്പിക്കാനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കാനും വേണ്ടിയിട്ട് അപ്പലരാജ ശർമ്മയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. അന്നേരത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വരാഹൻ വിലയുള്ള സാധനങ്ങൾ ഈ സുബ്ബയ്യ ശ്രേഷ്ഠിയുടെ കടയിൽ നിന്ന് കടമായിട്ട് എടുത്തു. ആ ബന്ധുക്കളൊക്കെ പോയതിന് ശേഷം ഈ കടം മേടിച്ചത് തിരികെ ചോദിച്ചുകൊണ്ട് അപ്പലരാജ ശർമ്മയെ അലട്ടുവാൻ തുടങ്ങി. പലിശയുടെ മേൽ പലിശ കൂട്ടി കൃത്രിമ കണക്കൊക്കെ ഉണ്ടാക്കിയിട്ട് 10 വരാഹൻ തരാനുണ്ട് എന്ന് ആവശ്യപ്പെട്ടു. അത്രയും പണം തരണമെങ്കിൽ അപ്പലരാജ ശർമ്മ വീട് വിൽക്കണം. അപ്പോൾ വീടിൻ്റെ വില 10 വരാഹൻ വരും. അപ്പോൾ അതിൻ്റെ കൂടെ 1-2 വരാഹൻ കൂടി കൊടുത്ത് ആ വീട് സ്വന്തമാക്കാം എന്ന് ഇദ്ദേഹം വിചാരിക്കുകയാണ്. അങ്ങനെ തൻ്റെ ദുഷ്ടലക്ഷ്യം മനസ്സിലാക്കിയപ്പോൾ വെങ്കടപ്പയ്യ ശ്രേഷ്ഠി പറഞ്ഞു, നിങ്ങളിങ്ങനെ കുടുംബ പുരോഹിതൻ, അഭിവന്ദ്യനായിട്ടുള്ള ഒരു കുടുംബ പുരോഹിതനെ അവമതിക്കുന്നത് ഞങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ രീതികൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കനത്ത നഷ്ടങ്ങൾ സംഭവിക്കും. നിങ്ങൾക്ക് രൗരവവും മറ്റുമായ നരകങ്ങളിൽ നിങ്ങൾ ചെന്ന് വീഴും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീപാദൻ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയുടെ വീട്ടിലുള്ള സമയത്ത് ഈ സുബ്ബയ്യ ശ്രേഷ്ഠി ഒരു ദിവസം കളിയാക്കി, രാജശർമ്മയ്ക്ക് തൻ്റെ കടം വീട്ടാൻ കഴിയാതെ വരികയാണെങ്കിൽ മക്കളിൽ ഒരാൾ കടയിൽ സേവനത്തിന് നിർത്തണം, അല്ലെങ്കിൽ അപ്പലരാജ ശർമ്മ തന്നെ അവിടെ സേവനത്തിന് നിൽക്കുകയോ ചെയ്യണം. പിന്നെ ഒരു മകൻ കുരുടനാണ്, രണ്ടാമൻ മുടന്തനാണ്, മൂന്നാമനായ ശ്രീപാദന് 3 വയസ്സേ ആയിട്ടുള്ളൂ, എങ്ങനെയാണ് കടം വീട്ടുക എന്ന് പറഞ്ഞ് കളിയാക്കി. ഇത് കേട്ട് വെങ്കടപ്പയ്യ ശ്രേഷ്ഠിക്ക് വല്ലാതെ വിഷമമായി. അദ്ദേഹം കണ്ണുനീർ ധാരധാരയായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകി. ഇത് ശ്രീപാദൻ തൻ്റെ ദിവ്യമായ കൈകൾ കൊണ്ട് ഈ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റി. താൻ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീപാദൻ. ഞാൻ നിങ്ങളുടെ കടയിൽ വന്ന് ഞാൻ കടം വീട്ടാം എന്നൊക്കെ പറയുകയാണ്. കടം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ പാർക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളത് ഈ കാര്യം മനസ്സിരുത്തി ചിന്തിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ അഹങ്കാരം കൊണ്ട് ഈ സുബ്ബയ്യ ശ്രേഷ്ഠി ഈ നിർദ്ദേശത്തെ അംഗീകരിച്ചു. വെങ്കടപ്പയ്യ ശ്രേഷ്ഠി ശ്രീപാദനെ ചുമലിലിരുത്തി കടയിലേക്ക് കൊണ്ടുവന്നു. ശ്രീപാദന് പകരമായിട്ട് ഞാൻ നിങ്ങളുടെ കടയിൽ ജോലി ചെയ്യുന്നതിന് സമ്മതമാണോ എന്ന് വെങ്കടപ്പയ്യ ശ്രേഷ്ഠി ചോദിച്ചു. അപ്പോൾ സമ്മതമാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് അവിടെ ജട കെട്ടിയ തലമുടിയുള്ള ഒരു സന്യാസി വരികയാണ്. എന്നിട്ട് സുബ്ബയ്യ ശ്രേഷ്ഠിയുടെ കട എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ആ സന്യാസി പറയുന്നത് തനിക്കൊരു ചെമ്പുപാത്രം വേണം, വില കൂടിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ഈ സുബയ്യ ശ്രേഷ്ഠിയുടെ കയ്യിൽ 32 ചെമ്പ് പാത്രങ്ങളുണ്ടായിരുന്നു. എന്നാൽ വില കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ട് തൻ്റെ കയ്യിൽ ഒരെണ്ണമേ ഉള്ളൂ എന്ന് പറയുകയാണ്. 10 വരാഹൻ തരികയാണെങ്കിൽ അത് തരാമെന്ന് പറയുന്നു. അപ്പോൾ സന്യാസി പറഞ്ഞു, 10 വരാഹൻ തരാം, പക്ഷേ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. ഈ ശ്രീപാദൻ തൻ്റെ കൈകൾ കൊണ്ട് ആ ചെമ്പ് പാത്രം തരണം. അങ്ങനെ ഒരു നിബന്ധന വയ്ക്കുകയാണ്. അപ്പോൾ അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഈ ആഗ്രഹം നിറവേറിക്കഴിഞ്ഞാൽ ലക്ഷ്മി ഭഗവതി അങ്ങയുടെ വീട്ടിൽ സ്വസ്ഥമായി താമസിക്കും എന്ന് ശ്രീപാദൻ ആ സന്യാസിയോട് പറയുന്നുണ്ട്. അതിനുശേഷം അങ്ങ് ഈ സന്യാസ വ്യവസ്ഥയൊക്കെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകണം. സന്യാസി വളരെ സന്തോഷത്തോടെ ചെമ്പ് പാത്രമൊക്കെ വാങ്ങി തിരികെ പോയി. വെങ്കടപ്പൈ ശ്രേഷ്ഠിയും അപ്പലരാജശർമ്മയെയും നാണം കെടുത്തണമെന്ന് സുബ്ബയ്യയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അത് സഫലമായി. ഈ ചെമ്പ് പാത്രം വിറ്റതിലൂടെ തനിക്ക് വേണ്ട പണം കിട്ടി. അതുകൊണ്ട് അപ്പലരാജശർമ്മ തനിക്ക് തരാനുള്ള 10 വരാഹൻ്റെ കടം വീട്ടിയതായിട്ട് കണക്കാക്കുന്നു എന്ന് സുബ്ബയ്യ ശ്രേഷ്ഠി പറഞ്ഞു. ആ നിമിഷം മുതൽ ശ്രീപാദനെ പരാധീനതയിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഗായത്രി ദേവിയെ സാക്ഷിയായിട്ട് ആണയിട്ടുകൊണ്ട് ഈ പ്രസ്താവന ചെയ്യണമെന്ന് വെങ്കടപ്പയ്യ ശ്രേഷ്ഠി ആവശ്യപ്പെട്ടു. അത് അങ്ങനെ തന്നെ സുബ്ബയ്യ ശ്രേഷ്ഠി ചെയ്യുകയാണ്. എന്നാൽ ആ നിമിഷം മുതൽ തന്നെ തൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും തിളങ്ങിയിരുന്ന ലക്ഷ്മി ഭഗവതിയുടെ ചൈതന്യം കുറയുന്നതായിട്ട് ഈ സുബ്ബയ്യ ശ്രേഷ്ഠിക്ക് മനസ്സിലായി. വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയും ശ്രീപാദനും ആ കടയിൽ നിന്ന് പോയതിന് ശേഷം അവിടെ പരിശോധിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 31 ചെമ്പ് പാത്രങ്ങളുടെ സ്ഥാനത്ത് ഒരേ ഒരു ചെമ്പ് പാത്രം മാത്രമേ കണ്ടുള്ളൂ. അപ്പം താൻ പറഞ്ഞ ആ നുണയെ ശ്രീപാദൻ സത്യമാക്കി തീർത്തു എന്ന് സുബ്ബയ്യ ശ്രേഷ്ഠി പറയുകയാണ്. പിന്നെയും ശങ്കരഭട്ട് കുറേ സംശയങ്ങൾ സുബ്ബയ്യ ശ്രേഷ്ഠിയോട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, താങ്കൾക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. അങ്ങനെ അവർ ശങ്കരഭട്ട് അടുത്ത ഒരു കുളത്തിൽ പോയിട്ട് കൈയും കാലും മുഖമൊക്കെ കഴുകി വന്നു. ആ സമയത്ത് സുബ്ബയ്യ ശ്രേഷ്ഠി വാഴയില കൊണ്ടുവന്നു. പച്ചവെള്ളരിക്കയും പരിപ്പുമാണ് ഊണിന് കറി. അമൃത് പോലെ അത്ര സ്വാദുള്ളവയായിരിക്കും അവ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. പക്ഷേ കുട്ടയിൽ ചെമ്പ് പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണ സാധനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പനയോല വെച്ച് കോപ്പകൾ ഉണ്ടാക്കി അതിൽ ആ ചെമ്പ് പാത്രത്തിൽ നിന്ന് വെള്ളം പകർന്നു. അതിനുശേഷം അതേ പാത്രത്തിൽ നിന്ന് തന്നെ കറി, ചോറ് ഒക്കെ വിളമ്പി. അമൃതോപമമായ ആഹാരമായിരുന്നു. അതൊരു പ്രസാദം പോലെ അവർ കഴിച്ചു. അവർ കഴിച്ചു കഴിഞ്ഞപ്പോൾ ചെമ്പ് പാത്രം മുമ്പത്തെ പോലെ ഒഴിഞ്ഞു തന്നെ ഇരുന്നു. ഇതെല്ലാം അത്ഭുതകരമായ കാര്യമായിരുന്നു ശങ്കരഭട്ടന്. ശനിപ്രദോഷ സമയത്ത് ചെയ്യുന്ന ശിവ അർച്ചനയുടെ വളരെ ഉയർന്ന ഫലമാണ് ഉള്ളത്. വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയും നരസിംഹവർമ്മയും ബാപ്പനാരിയെയും അപ്പലരാജശർമ്മയും അതുപോലെ സുമതി മഹാറാണിയും ഈ ശനിപ്രദോഷ സമയത്തുള്ള ശിവാരാധനയിൽ പങ്കെടുക്കാറുണ്ട്. ആ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ശ്രീപാദൻ്റെ അവതാരമുണ്ടായത്. ഇതൊക്കെ കൊണ്ട് തന്നെ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയിൽ നിന്നും നരസിംഹവർമ്മയിൽ നിന്നും ബാപ്പനാരിയിൽ നിന്നും കിട്ടുന്നതൊന്നും ദാനമായി കണക്കാക്കരുത് എന്ന് തൻ്റെ പിതാവായ അപ്പലരാജശർമ്മയെ മനസ്സിലാക്കണം എന്ന് ശ്രീപാദൻ ആഗ്രഹിച്ചു. അതുപോലെ പണം സ്വീകരിക്കാതിരിക്കുന്നത് വലിയ പാപമാണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ശ്രീപാദൻ ഇപ്രകാരം കടം വീട്ടിയ വിവരം ആ നാടാകെ പരന്നു. എന്നാൽ അപ്പലരാജശർമ്മയ്ക്കാണെങ്കിൽ ഈ കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു സന്യാസി വന്ന് 10 വരാഹൻ കൊടുത്തൊരു ചെമ്പ് പാത്രം വാങ്ങിയപ്പോൾ എങ്ങനെയാണ് തൻ്റെ കടം വീട്ടപ്പെട്ടത് എന്നൊരു സംശയമാണ് അപ്പലരാജശർമ്മയ്ക്ക് വന്നത്. പിന്നെ അവിടെ ഒരു രസകരമായ ചർച്ചയാണ് നടക്കുന്നത്. ആ ജടകെട്ടി സന്യാസിയെ നിനക്കറിയാമോ എന്ന് പാപ്പനാര്യ ശ്രീപാദനോട് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീപാദൻ പറഞ്ഞു, ആ സന്യാസിയെക്കുറിച്ച് മാത്രമല്ല എല്ലാ സന്യാസിമാരെക്കുറിച്ചും എനിക്ക് അറിയാം. അതിനുശേഷം ഈ സുബ്ബയ്യ ശ്രേഷ്ഠിയുടെയും ആ സന്യാസിയുടെയും കഥ പറയുകയാണ് ശ്രീപാദൻ. ഈ സുബ്ബയ്യ ശ്രേഷ്ഠി മുജ്ജന്മത്തിൽ ഒരു വനപ്രദേശത്ത് ദത്തൻ്റെ പൂജാരിയായിരുന്നു. അദ്ദേഹത്തിന് സ്ത്രീകളോട് അമിതമായ ആസക്തി ഉണ്ടായിരുന്നു. ആ ആസക്തി കാരണം അയാൾ
പൂർവികന്മാരായിട്ട് പൂജിച്ചു വന്ന ചെമ്പ് കൊണ്ടുള്ള വലിയ ദത്തവിഗ്രഹത്തെ വിൽക്കാറുണ്ട്. എന്നിട്ട് ആ ദത്തവിഗ്രഹം മോഷ്ടിക്കപ്പെട്ടതായിട്ടാണ് എല്ലാവരോടും പറയുക. അങ്ങനെ കിട്ടിയ പണം തൻ്റെ വെപ്പാട്ടിക്ക് കൊടുക്കും. ആ സന്യാസിയാണെങ്കിൽ ലൗകിക ജീവിതത്തിൽ മുഴുകിയ ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. ആ സമയത്ത് പണത്തിനോടുള്ള കൊതി മൂലം ഈ ദത്തവിഗ്രഹത്തെയൊക്കെ ഉരുക്കിയത് ഇദ്ദേഹമായിരുന്നു. അയാൾ ഈ ജന്മത്തിൽ അതിനാൽ ഒരു ദരിദ്രനായിട്ട് ജനിച്ചു. ദത്തനെ വളരെ വർഷങ്ങളൊക്കെ പൂജിച്ചതിൻ്റെ പുണ്യം കൊണ്ട് പൂജാരിയായ ഈ സുബ്ബയ്യ ശ്രേഷ്ഠി കഴിഞ്ഞ ജന്മത്തിന് ഒരു ധനിക കുടുംബത്തിലാണ് ഈ ജന്മത്തിൽ ജനിച്ചത്. അപ്പോൾ പൂർവ്വജന്മത്തിൽ ഉരുക്കപ്പെട്ട 32 ചെമ്പ് വിഗ്രഹങ്ങൾ 32 ചെമ്പ് പാത്രങ്ങളായിട്ട് വിൽക്കപ്പെട്ടു. ഈ സ്വർണ്ണപ്പണിക്കാരനാണെങ്കിൽ നരസിംഹമൂർത്തിയുടെ ഉപാസകനായിരുന്നു. അയാൾ നരസിംഹമൂർത്തിയുടെ മുമ്പിൽ വെച്ചാണ് ഈ ചെമ്പ് പാത്രങ്ങൾ നിർമ്മിച്ചത്. അതുകൊണ്ട് നരസിംഹത്തിൻ്റെ 32 അവതാരങ്ങളുടെ സത്തായ ഗുണങ്ങൾ ഈ ചെമ്പ് പാത്രത്തിലേക്ക് പ്രവേശിച്ചു. തൻ്റെ മുജ്ജന്മത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന സ്വർണ്ണപ്പണിക്കാരൻ ഭക്തിയോടുകൂടി ഈ ജന്മത്തിൽ ദത്തനെ ആരാധിക്കുകയാണ്. അപ്പോൾ തൻ്റെ ദാരിദ്ര്യം അകറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അയാളുടെ സ്വപ്നത്തിന് ശ്രീപാദൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു പീഠികാപുരത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അയാൾ തൻ്റെ കയ്യിൽ നിന്നൊരു ചെമ്പ് പാത്രം വാങ്ങണം, അതിന് 10 വരാഹൻ വില നൽകണം. അപ്പോൾ തൻ്റെ ബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കണമെന്നും ശ്രീപാദൻ പറഞ്ഞു. അങ്ങനെയാണ് അയാൾ 10 വരാഹൻ കൊടുത്ത് ചെമ്പ് പാത്രം വാങ്ങാനായിട്ട് സുബ്ബയ്യയുടെ കടയിലേക്ക് വരുന്നത്. ക്രമരഹിതമായിട്ട് 10 വരാഹൻ പിരിക്കാൻ സുബ്ബയ്യ ശ്രേഷ്ഠി ആഗ്രഹിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 10 വരാഹൻ കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. പക്ഷേ അതിന് പകരമായിട്ട് അദ്ദേഹത്തിൻ്റെ പുണ്യമെല്ലാം എടുത്തു കളയുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഒരു വരാഹൻ അപ്പലരാജശർമ്മയ്ക്ക് കൊടുത്ത ആ പണം കൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം ഏർപ്പാടാക്കാനാണ്, ഭക്ഷണം പരിപ്പും വെള്ളരിയും പാകം ചെയ്യാൻ മാത്രം തികയുന്ന പണമായിരുന്നു വാങ്ങിയത്. എന്നാൽ സുബ്ബയ്യ ശ്രേഷ്ഠി ആ പണത്തെ ആ ഒരു വരാഹൻ്റെ കൃത്രിമമായ കണക്കുണ്ടാക്കിയിട്ടാണ് 10 വരാഹൻ തിരിച്ചു കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാരണം, അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചത് കാരണം, അധർമ്മം കാണിച്ചത് കാരണം നിങ്ങൾക്ക് ഭക്ഷണം പോലും കിട്ടാതാകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചെമ്പ് പാത്രം ചോറും പരിപ്പും വെള്ളരിയും മാത്രം തരും. നിങ്ങളും നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കഴിക്കാനുള്ളത് മാത്രം അതിൽ ഉണ്ടാകുമെന്ന് ശ്രീപാദൻ പറയുകയാണ്. ശ്രീപാദൻ്റെ കണ്ണുകൾ 2 തീഗോളങ്ങൾ പോലെയാണ് ആ സമയത്ത് കാണപ്പെട്ടത്. സുബ്ബയ്യ ശ്രേഷ്ഠിയോട് ശ്രീപാദൻ പറയുകയാണ്, ഇന്ന് രാത്രി ഒരു പോത്ത് നിങ്ങളുടെ വീടിൻ്റെ തെക്കേ പടിവാതിൽക്കൽ വരും. ഇത് നിങ്ങളുടെ മരണസമയം അടുത്തിരിക്കുന്നു എന്ന് യമധർമ്മരാജൻ കാണിച്ചു തന്നൊരു സന്ദേശമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുകയാണ്. നിങ്ങൾ സ്വന്തം കൈകൊണ്ട് പാചകം ചെയ്ത ചോറും പരിപ്പും വെള്ളരിയും ആ പോത്തിന് തിന്നാൻ കൊടുക്കുക. അതിനുശേഷം ആ പോത്ത് ചാകും. ആ സമയം മുതൽ നിങ്ങൾ ഭയങ്കരമായിട്ടും പാപ്പരായിക്കൊണ്ടിരിക്കും. ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് നിങ്ങൾക്ക് ആ പാപ്പരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ ചോറ് കിട്ടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചെമ്പ് പാത്രം ഉപയോഗിക്കാം. നിങ്ങളോടത് ദയ കാണിക്കുമെന്ന് ശ്രീപാദൻ പറയുകയാണ്. താൻ യഥാർത്ഥത്തിൽ നരസിംഹമൂർത്തിയാണ്, അതിനെപ്പറ്റി സംശയം വേണ്ട. തൻ്റെ പ്രകൃതം ശ്രീപാദൻ്റെയും ശ്രീവല്ലഭൻ്റെയും പ്രകൃതമാണ് എന്ന് ശ്രീപാദൻ പറയുകയാണ്. നരസിംഹത്തിൻ്റെ 32 ഗുണങ്ങൾ എന്നിലുള്ളത് കൊണ്ട് താൻ 33ാമത്തെ അവതാരമാണ്. അതുകൊണ്ട് 33ാമത്തെ തലമുറയിൽ, ബാപ്പനാര്യയുടെ 33ാമത്തെ തലമുറയിൽ, വത്സവായി നരസിംഹവർമ്മയുടെ 33ാമത്തെ തലമുറയിൽ ബാപ്പനാര്യയുടെ ഗൃഹത്തിൽ തൻ്റെ പാദുകങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടും. അതുകൂടാതെ വത്സവായി മല്ലാതി വെങ്കടപ്പയ്യ ശ്രേഷ്ഠി കുടുംബങ്ങളോടുള്ള തൻ്റെ ഒരു വാഗ്ദാനമാണ് ഇത്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ശ്രീപാദൻ്റെ ദിവ്യവും മഹത്വമായ രൂപത്തെ പരമ്പരാഗതമായ 9 ഇരട്ടി ഭക്തിയോടെ ആരാധിക്കുന്നെങ്കിൽ ദത്തൻ്റെ 4 നായ്ക്കൾ അദൃശ്യരായി അവർക്ക് കാവൽ നിൽക്കും. വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും മറ്റും അദൃശ്യരായി അവരെ സംരക്ഷിക്കും എന്നും വാഗ്ദാനം നൽകുകയാണ്.
എന്നാൽ സുബ്ബയ്യ ശ്രേഷ്ഠിക്ക് മറ്റുള്ളവരെ അവഹേളിക്കുന്ന ആ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ശ്രീപാദനോട് ചോദിക്കുകയാണ്, ഈ സ്ത്രീകളോടുള്ള ആസക്തിയുടെ കാര്യത്തെപ്പറ്റി, അതായത് അവതാരങ്ങളുടെ കാര്യത്തിൽ അത് ദിവ്യലീലയായിരുന്നു, എന്നാൽ ഞങ്ങളുടെ കാര്യത്തിലാകുമ്പോൾ അത് സ്ത്രീലമ്പടത്വമാണ്, അത് എന്തൊരു പക്ഷപാതമാണ്, ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ശ്രീപാദൻ പറയുകയാണ്, ശ്രീകൃഷ്ണന് 8 ഭാര്യമാരും 16,000 ഗോപികമാരും ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഒരു നിത്യ ബ്രഹ്മചാരിയായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സ്ത്രീകളുടെ പുറകെ പോകുന്ന ഒരാൾ ആയിരുന്നില്ല. അദ്ദേഹത്തിന് ശാരീരികമായിട്ടൊരു ബന്ധവുമില്ല, ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഭാര്യമാരായിരുന്നു ഇവരെല്ലാം. അതുപോലെ തന്നെ ദേവേന്ദ്രൻ മനുഷ്യരൂപം എടുക്കാൻ ശപിക്കപ്പെട്ടപ്പോൾ ശചീദേവി ദ്രൗപദിയായിട്ട് മാറി. ദേവേന്ദ്രൻ 5 രൂപം എടുത്ത് പഞ്ചപാണ്ഡവരായിട്ട് ജനിച്ചു. എന്നാൽ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നെങ്കിലും ദ്രൗപദി അർജുനനുമായി മാത്രമേ ദാമ്പത്യസുഖം അനുഭവിച്ചിരുന്നുള്ളൂ. ധർമ്മം വേറെ, ധർമ്മത്തിൻ്റെ സൂക്ഷ്മത പൂർണ്ണമായും വേറെ. എന്നാൽ സുബ്ബയ്യ ശ്രേഷ്ഠി, നിങ്ങളുടെ വെപ്പാട്ടി ചിന്താമണി നിങ്ങളുടെ കൂടെ മാത്രമല്ല, മറ്റ് പലരും അവളുടെ ശരീരസുഖം അനുഭവിച്ചു. അതുകൊണ്ട് അത് അധർമ്മം തന്നെയാണെന്നാണ് ശ്രീപാദനോട് പറയുന്നത്. ഇനി നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള ബില്വമംഗലവും ചിന്താമണിയും നിങ്ങൾ പാനകാല നരസിംഹസ്വാമിയെ ദർശിക്കാനായിട്ട് എത്തുമ്പോൾ കാലകർമ്മ കാരണവശാൽ അവിടെ നിങ്ങളെല്ലാവരും കണ്ടുമുട്ടും, ശ്രീപാദനെ കണ്ടുമുട്ടും. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് ശ്രീപാദൻ പറയുകയാണ്. താൻ ശരിക്കും ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് ശ്രീപാദൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ പരിഹാസസ്വരത്തിൽ സുബ്ബയ്യ ശ്രേഷ്ഠി ചോദിക്കുകയാണ്, അങ്ങ് ശ്രീകൃഷ്ണനാണെങ്കിൽ ഈ അവതാരത്തിലും അങ്ങേക്ക് 8 ഭാര്യമാരും 16,000 ഗോപികമാരും ഉണ്ടോ എന്ന്. അപ്പോൾ ശ്രീപാദൻ പുഞ്ചിരിയോടുകൂടി മറുപടി പറയുകയാണ്, തൻ്റെ 8 വിധത്തിലുള്ള പ്രകൃതി 8 ഭാര്യമാരുടെ പ്രാതിനിധ്യം വഹിക്കുന്നു. താൻ ഷോഡശകല പരിപൂർണ അവതാരമാണ്. ഈ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ശ്രീപാദ ശ്രീവല്ലഭ അവതാരം എന്ന് വിളിക്കപ്പെടുന്ന ദിവ്യവും ശ്രേഷ്ഠവുമായ ആത്മാവിൽ നിന്നും ഓരോ നിമിഷവും ദിവ്യമായ ശക്തമായ സ്പന്ദനങ്ങൾ 10 ദിശയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പ്രകൃതികളിൽ നിന്നുള്ള ഓരോ കലയ്ക്കും 10 × 10 × 10 1000 സ്പന്ദനങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു. അങ്ങനെ 16 കലകളിൽ നിന്നും 16,000 സ്പന്ദനങ്ങൾ പ്രസരിക്കുന്നു. ഇവയാണ് തൻ്റെ 16,000 ഗോപികമാർ. മുൻജന്മത്തിൽ അവയെല്ലാം മനുഷ്യരൂപം എടുത്തു, ഈ ജന്മത്തിൽ അവയ്ക്ക് രൂപമില്ല. അതിനുശേഷം നരസിംഹത്തിൻ്റെ 32 രൂപങ്ങളുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ശ്രീനിവാസൻ്റെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. സുബ്ബയ്യ ശ്രേഷ്ഠി പറയുകയാണ് ശങ്കരഭട്ടനോട്, നാളെ ഒരു പവിത്രമായ ദിവസമാണ്. അതായത് കന്നിമാസത്തിന് തിരുവോണം നക്ഷത്രം തിങ്കളാഴ്ച ചേർന്ന ദിവസമാണ്. വെങ്കടേശ്വരൻ ആവിർഭവിച്ച ദിവസമാണ്. സിദ്ധ യോഗ ദ്വാദശിയിലാണ് അത് സംഭവിച്ചത്. വൈശാഖ സപ്തമി ദിവസം അദ്ദേഹത്തിന് കുബേരനിൽ നിന്ന് ധനസഹായം ലഭിക്കുകയും അദ്ദേഹം ഒരു വായ്പാരേഖ എഴുതി കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീനിവാസൻ്റെ വിവാഹം നടന്നത് ദശമി തിഥിയിൽ, ശുദ്ധ ദശമി തിഥിയിൽ ഉത്രം നക്ഷത്രത്തിലാണ്. പാണ്ഡവ വംശത്തിൽ സുധന്വൻ്റെയും ഒരു സർപ്പകന്യകയുടെയും പുത്രനായിട്ട് ആകാശ മഹാരാജ് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് തൊണ്ടമാൻ എന്ന് പറയുന്നത്. വസുധാനു എന്ന് പറയുന്നത് ആകാശരാജിൻ്റെ പുത്രനായിരുന്നു. അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ശ്രീനിവാസ ഭഗവാൻ തൻ്റെ രാജ്യം വസുധാനുവിനും തൊണ്ടമാനും തുല്യമായി വീതിച്ചു കൊടുത്തു. ഇതാണ് ശ്രീനിവാസൻ്റെ കഥയായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം സുബ്ബയ്യ ശ്രേഷ്ഠി ശങ്കരഭട്ടനോട് പറഞ്ഞു, ഇനി വിശ്രമിക്കൂ, നമുക്ക് രാത്രി മുഴുവൻ ശ്രീപാദവല്ലഭ നാമം ജപിച്ചുകൊണ്ടിരിക്കാം. നാളെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ ചിന്താമണിയും വില്ലുമംഗലവും പീഠിയാപുരത്ത് എങ്ങനെയാണ് വന്നതെന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശ്രീപാദൻ്റെ ലീലകളെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അടുത്തുള്ള ഒരു കുടിലിലേക്ക് പോയി. അവിടെ പനയോല കൊണ്ട് നെയ്ത 2 പായ്ക്കൾ ഉണ്ടായിരുന്നു. ഉയർന്ന 4 ഇനം നായ്ക്കൾ കുടിലിന് കാവൽ നിന്നിരുന്നു. ശ്രീപാദനെ സ്മരിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം വളരെ ജന്മങ്ങളിൽ നിന്ന് കുന്നുകൂട്ടിയ പാപങ്ങളുടെ കൂമ്പാരങ്ങൾ കത്തി ചാമ്പലാക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇത്രയുമാണ് ഈ അധ്യായത്തിൻ്റെ സംഗ്രഹം. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.